നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഒരു കൾട്ടിൽ വിശ്വസിക്കുന്നുണ്ട് എന്നറിയാൻ 6 സൈൻസ് ഉണ്ട്. ഒന്നാമതായിട്ട്, അവരൊരിക്കലും ലീഡേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല. എത്രത്തോളം ആ നേതാവ് തെറ്റുകൾ ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും. ഉദാഹരണത്തിന്, നല്ല ഉദ്ദേശത്തിൽ ചെയ്തതായിരിക്കും, കുഞ്ഞു കുഞ്ഞു തെറ്റുകളല്ലേ, പക്ഷെ അത് വലിയ ശരിക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് എന്നൊക്കെ പറയും. ശരിക്കും ന്യായത്തിന് ഇവിടെ പ്രസക്തി അല്ലാതാവും. പകരം വിശ്വസ്തത എന്നുള്ള വാക്കാണ് അവിടെ അവർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലോയൽറ്റി എന്നൊക്കെ പറയും. രണ്ടാമതായിട്ട്, ദെയർ ഇസ് അസ് വേഴ്സസ് ദം മെൻറ്റാലിറ്റി. ഞാൻ നീ എന്ന വേർതിരിവുണ്ടാവും. എൻ്റെ ഗ്രൂപ്പൊക്കെ നല്ലതും ബാക്കിയുള്ളതെല്ലാം തെറ്റും ടോക്സിക്കും അല്ലെങ്കിൽ പാപികളും എന്നൊക്കെ അവർ ലേബിൾ ചെയ്യും. ഇതിൻ്റെ ഇടയിലൊന്നുമില്ല. ഒന്നെങ്കിൽ നമ്മൾ അവരുടെ പക്ഷം അല്ലെങ്കിൽ അവരുടെ ശത്രുക്കൾ എന്നുള്ള രീതിയിലായിരിക്കും അവർ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. മൂന്നാമതായിട്ട്, കൺഫർമേഷൻ ബയസ് റൺസ് ഡീപ്പ്. അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്ന കാര്യങ്ങളും അതിനോടുള്ള സോഴ്സുകളും മാത്രമേ അവർ കണ്ടുപിടിക്കാൻ ശ്രമിക്കത്തുള്ളൂ. ഇനി അഥവാ അതല്ല, കൂടുതലായിട്ട് എന്തെങ്കിലും കേൾക്കുകയോ അത് മറ്റുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂ അവർ കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ്ലി അവർ ഡിനൈ ചെയ്യും അല്ലെങ്കിൽ തള്ളിക്കളയും. തിന്മ എന്നൊക്കെ അതിനെ മുദ്ര കുത്തും, ഈവിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ലേബിൾ ചെയ്യും. ഒറ്റ വാക്കി പറഞ്ഞാൽ വിമർശനാത്മകമായിട്ടുള്ള ഒരു ചിന്തയും അവർക്ക് ഉരുത്തിരിയില്ല. നാലാമതായിട്ട്, ദേ കട്ട് ഓഫ് പീപ്പിൾ ഹൂ കെയർ അബൌട്ട് ദം. ലൈക്ക് അതൊരു ഫാമിലി ആവാം, അതൊരു ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരായിരിക്കും. വളരെ ആത്മാർത്ഥമായിട്ട് യഥാർത്ഥമായി അവർ കെയർ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കുന്നത് കൊണ്ട് നേരത്തെ പറഞ്ഞ ആ ഗ്രൂപ്പിന് ഒരു പ്രാമുഖ്യം കൊടുത്ത് മറ്റുള്ള വ്യൂ പോയിൻ്റ് പറഞ്ഞവരെയോ അതൊക്കെ സംസാരിക്കുന്നവരെയോ അവർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ കാണാം. അഞ്ചാമതായിട്ട്, ഫിയർ ബേസ്ഡ് ഓൺ കൺട്രോൾ. അവർ ആ ഗ്രൂപ്പിൽ നിൽക്കുന്നത് ആ ഗ്രൂപ്പിൽ വിശ്വസിക്കുന്നതുകൊണ്ട് അവർക്ക് അഭിവൃദ്ധി കിട്ടുന്നു എന്നുള്ളത് കൊണ്ട്, പകരം ഭയന്നിട്ടാണ്. ഇങ്ങനെ നിന്നില്ലെങ്കിൽ അവർക്ക് ഈ ജീവിതത്തിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിലോ ഒരു ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ അവർക്ക് അതിനൊരു പണിഷ്മെൻ്റ് ഉണ്ടാവും എന്നവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ആറാമതായിട്ട്, ദേ ഹാവ് നോ ഐഡിയ ദാറ്റ് ദേ ആർ ഇൻ എ കൾട്ട്. അവർ വിശ്വസിക്കുന്നത് അവർ സത്യം കണ്ടുപിടിച്ചു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സംസർഗം, അവരുടെ തീരുമാനങ്ങൾ, അവരുടെ ചിന്തകൾ എല്ലാം ഇതിനെ ചുറ്റിപ്പറ്റിയും ഇതിനെ ബന്ധപ്പെടുത്തിയുമായിരിക്കും. അവരുടെ ഈഗോ ഒരിക്കലും അവർക്ക് മാറ്റിവെക്കാൻ കഴിയുകയില്ല. ഇൻ അതർ വേർഡ്സ്, ദേ ഹാവ് ബീൻ ബ്രെയിൻ വാഷ്ഡ് ഓൾറെഡി.